ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ BCPNP വഴി PR എടുത്ത ഒരു ഫാമിലിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഓക്കെ, സോ ഹായ്. ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് PR ആയല്ലോ അല്ലേ? ഓക്കെ, അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. മറ്റുള്ളവർക്ക് അത് ഒത്തിരി ഹെൽപ്ഫുൾ ആവും നമ്മൾ വിശ്വസിക്കുക. സോ എന്താ പേരെന്താ? വിഷ്ണു. ഓക്കെ, ബിജി. അപ്പോൾ ക്യാമറയിൽ ഫേസ് ചെയ്ത് സംസാരിച്ചു, കാരണം നമ്മുടെ വ്യൂവേഴ്സിന് അപ്പം കൂടുതൽ സന്തോഷം തോന്നും, നിങ്ങളെ മനസ്സിലാവുമല്ലോ കൂടുതൽ. അപ്പം വിഷ്ണുവും ബിജിയും ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര നാളായി? ഞാൻ വന്നിട്ട് 2022 നവംബറിലാണ് വന്നത്. ബിജി 2022 ജൂലൈയിൽ. 2 years ആവുന്നല്ലേ? 2 years കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പം നിങ്ങൾ ആരാണ് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നത് ഇവിടെ? ഞാൻ 2022 ജൂലൈയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു. ഇവര് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ, പിന്നെ എൻ്റെ മോന് സ്റ്റഡി പെർമിറ്റിൽ 2022 തന്നെ നവംബറിൽ വന്നു. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അത് അപ്പം ബിജി ആണ് ഇവിടെ പഠിക്കാൻ വന്നത്. ഏത് കോളേജാണ് പഠിക്കാൻ വന്നത്? ഞാൻ ട്രിനിറ്റി വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ MA ലീഡർഷിപ്പ് കോഴ്സിന് 2022 സ്റ്റാർട്ട് ചെയ്തു. ഏത് സ്ട്രീമാണ് എടുത്തത്? എഡ്യൂക്കേഷൻ. ഓക്കെ, അതെന്താ എഡ്യൂക്കേഷൻ എടുക്കാൻ കാരണം? ഞാൻ ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഗവൺമെൻറ് റിലേറ്റഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ എഡ്യൂക്കേഷനിൽ. അപ്പം ബിജി പഠിക്കാൻ വന്നു. ബിജി സ്റ്റുഡൻ്റ് ആയിട്ട് ഫ്രണ്ട്സിൽ പഠിക്കാൻ വന്നു. അതിനുശേഷം ഹസ്ബൻഡ് വന്നു. അപ്പം ഹസ്ബൻഡ് ത്രൂ ആണ് ഇപ്പം PR ആയിരിക്കുന്നത് അല്ലേ? അപ്പം സോ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ലൈക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവർക്ക് മാത്രമേ PR എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് നമ്മൾ ഈ വീഡിയോ മെയിൻലി ചെയ്യുന്നത് അല്ലേ? അപ്പം വിഷ്ണു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പം വിഷ്ണു ഒരു ബ്രീഫ് ആയിട്ടൊന്ന് പറയാമോ അതിനെക്കുറിച്ച്? ഞാൻ വന്നപ്പോൾ എനിക്ക് ഇത് തന്നെ അറിയില്ലായിരുന്നു കറക്റ്റായിട്ട്. നമുക്കൊരു എപ്പോഴും ഇവിടെ മിക്കവർക്കും PR കിട്ടുന്നത് ഇപ്പം ഇവിടെ സ്റ്റഡി ചെയ്യാൻ വന്ന ഒരാളുടെ ബേസാണ് കിട്ടാറുള്ളത്. അപ്പം എനിക്കത് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ആദ്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്താൽ PR എങ്ങനെയാണ് ആകുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഫസ്റ്റ് നമ്മുടെ വൈഫ് ജിയാണ് ഇവിടെ സ്റ്റഡി ചെയ്യാൻ വന്നത്. അപ്പം പുള്ളിക്കാരി പഠിത്തം കഴിഞ്ഞതിന് ശേഷം ആണ് PR അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നറിഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ വീഡിയോ എടുത്ത് നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു കൺസൾട്ടൻറ്റുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു കൺസൾട്ടൻറ്റിനോട് ഞങ്ങൾ സംസാരിച്ച്. അപ്പോൾ നമുക്ക് 1 അവറിനാണ് നമുക്ക് $150 സംതിങ് നമ്മൾ പേ ചെയ്തു. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അറിയുന്നത് ഒരുപാടധികം നമുക്കത് BCPNP വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നമ്മൾ എലിജിബിൾ ആണെന്നുള്ള കാര്യം. അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ എത്ര ടൈം എടുത്തു നിങ്ങളുടെ എൻറ്റയർ പ്രോസസ്സിംഗ് PR ആവാൻ വേണ്ടി? എൻറ്റയർ പ്രോസസ്സിംഗ് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം 1 year. മാർച്ച് ടു മാർച്ച് 1 year. സോ ഓൾമോസ്റ്റ് 1 year. അപ്പം ഐ തിങ്ക് അതൊരു വലിയൊരു പ്രോസസ്സിംഗ് ടൈം ആയിട്ട് തോന്നുന്നില്ല. ഒരു 1 yearൽ നമുക്ക് ഒരു സ്പൗസ് ത്രൂ നമുക്കിവിടെ കാനഡയിൽ PR എടുക്കാൻ പറ്റും എന്നാണ് നിങ്ങളിപ്പം പ്രൂവ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അല്ലേ? ഇറ്റ്സ് നത്തിങ് ഇമ്പോസിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരുപാട് പേര് അത് അറിയാതെ എലിജിബിൾ ആയിട്ടും തിരിച്ച് നാട്ടിൽ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ? അപ്പം ഇതിന്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് ഒന്ന് പറയാമോ? പ്രോസസ്സിങ് മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമുക്കൊരു വാലിഡ് ജോബ് ഓഫർ വേണം. അതിനുശേഷം നമ്മളൊരു BCPNP എന്താണ് പോർട്ടലിനകത്ത് കയറിയിട്ട് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ഞങ്ങൾ ചെയ്തത് ഒരു ഏജൻറ് ത്രൂ ആണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ പ്രീവിയസ് ജോബ് ഹിസ്റ്ററി ഇതെല്ലാം അതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സാലറി എത്രയാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ്. അതിന് കുറേയധികം കാറ്റഗറീസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എത്രയാണ് അതിന് പോയിന്റ്, നമുക്കൊരു പോയിന്റ് കാണിക്കാനുണ്ട്. അപ്പം ആ പോയിന്റ് നമ്മൾ വന്നതിന് ശേഷം നമുക്ക് മന്ത്ലി 2 times ആണ് BCPNP ഡ്രോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴാണോ ആ പോയിന്റ് നമ്മുടെ പോയിന്റ് എത്തുന്നത് ആ സമയത്ത് നമുക്ക് ഇൻവിറ്റേഷൻ വരും. ഇൻവിറ്റേഷൻ ടു അപ്ലൈ. ഒത്തിരി ഡിഫിക്കൽറ്റി ആണോ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ? PNPയിൽ ആദ്യം നമുക്ക് PNPയിൽ ഇൻവിറ്റേഷൻ വരണം അങ്ങനെയല്ലേ? അപ്പൊ അത് ഭയങ്കര ഡിഫിക്കൽറ്റി ആണോ എന്താ തോന്നുന്നത്? അത് ഡിഫിക്കൽറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് വളരെ ഈസി ആയിരുന്നു ഞാൻ നോക്കിയിട്ട്. കാരണം ഞാനിത് ഫസ്റ്റ് ആ കൺസൾട്ടന്റിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾ ഏകദേശം പോയിന്റ് നിങ്ങൾക്ക് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് 1 year ആയി കഴിയുമ്പോൾ നല്ലൊരു, അതായത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് 110 ആണ് പോയിന്റ് വിട്ടുകൊണ്ടിരുന്നത്. ആ റേഞ്ചിലായിരുന്നു ഞാൻ വന്ന സമയത്ത്. അപ്പം എനിക്ക് ആ 1 year ആയി കഴിഞ്ഞാൽ എനിക്കൊരു 125 ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ട് ഒരു ടെൻഷൻ വേണ്ട, 1 year ആയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഫയല് നിങ്ങൾക്ക് എന്തായാലും ഇൻവിറ്റേഷൻ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 1 year ആയി കഴിഞ്ഞപ്പം ഈ പോയിന്റ് 128
അല്ലേ 128 ആ റേഞ്ചിലോട്ട് എത്തി. പെട്ടെന്ന് ആ ഒരു പോയിന്റിലോട്ട് എത്തി. അപ്പം വിഷ്ണുവിന്റെ ജോലി എന്താണ്? ലൈക്ക് ജോബ് ഓഫർ, അത് ഇവിടുത്തെ ജോബ് ഓഫർ ആണ് വേണ്ടത് അല്ലേ? അപ്പം ഏത് ജോബാണ് വിഷ്ണു? ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ക്വാളിറ്റി കൺട്രോളറായിട്ടാണ്. QC ആയിട്ട് നമുക്ക് ഇവിടെ ഏത് ഫീൽഡാണ്? ഞാൻ ബേസിക്കലി ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് 10 ഇയർ ആയിട്ട് ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പവർ പ്ലാന്റിലാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റാണ്. പക്ഷേ സെയിം ഫീൽഡ് ആണ്, പൈപ്പിംഗ് ആണ്. ഇപ്പം ബേസിക്കായിട്ട് ഞാനിപ്പം ചെയ്യുന്നത് വെൽഡിംഗ് ഇൻസ്പെക്ഷനാണ് മെയിനായിട്ട് എൻ്റെ ഡ്യൂട്ടീസ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് സിമിലർ ആയിരിക്കണോ? അതായത് BCPNBക്കകത്ത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് അവരെപ്പോഴും കൗണ്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇൻസൈഡ് കാൻഡിഡേറ്റ് ഔട്ട്സൈഡ് കാൻഡിഡേറ്റ് രണ്ടും ഒരു കൺസിഡർ ചെയ്യും. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മളിപ്പം PNB ഇപ്പം ഞാൻ QC ആയിട്ടാണ് അപ്ലൈ ചെയ്തെങ്കിൽ എനിക്ക് പ്രീവിയസ് എനിക്ക് അതേ ഫീൽഡിൽ തന്നെയുള്ള എക്സ്പീരിയൻസ് കാണണം. എനിക്ക് മാത്രമേ ആ പോയിന്റ് എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പം വിഷ്ണുവിന് ഇന്ത്യയിലും അതേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഞാൻ എബ്രോഡ് ഉണ്ടായിരുന്നു, ഒമാനിലുണ്ടായിരുന്നു, പിന്നെ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ എക്സ്പീരിയൻസും പിന്നെ ഇവിടുത്തെ 1 ഇയർ എക്സ്പീരിയൻസും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നപ്പോഴാണ് എനിക്ക് ആ പോയിന്റ് അച്ചീവ് ആയത്. അപ്പം ഇന്ത്യൻ എക്സ്പീരിയൻസും ഇവിടുത്തെ എക്സ്പീരിയൻസും മാച്ചിങ് ആവണം, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം ഇവിടെ എത്ര വർഷം എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ അപ്ലൈ ചെയ്യുന്നത്? 1 ഇയർ അല്ലേ? ഞാൻ 1 ഇയർ ഇപ്പോഴാണ് അപ്ലൈ. ഓക്കെ, 1 ഇയർ എടുത്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് BCPNP കാരണം അതിനകത്ത് ഒരു കാറ്റഗറി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ ആൻഡ് എബോ എന്നാണ് അല്ലേ? 1 ഇയർ ആൻഡ് എബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് 2 ഇയർ ആയാലും 3 ഇയർ ആയാലും എല്ലാം ആ ഒരു പോയിന്റ് കിട്ടും. അപ്പൊ ഇതിന് IELTSന്റെ ആവശ്യമുണ്ട്. അതാണ് എനിക്കൊന്നും എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് IELTS. അത് വേണോ വേണ്ടയോ? ഇതിന് IELTSന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? IELTS വേണം. IELTS അനുസരിച്ച് നമുക്ക് പോയിന്റ് കൂടുതൽ. ഇതിലും നമുക്ക് നമ്മുടെ എക്സ്പ്രസ് എൻട്രി പോലെ തന്നെയാണ് അല്ലേ? അതെ അതെ. ഇതിപ്പം ഞങ്ങൾ അപ്ലൈ ചെയ്തതെന്ന് പറയുന്നത് BCPNP തന്നെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലുള്ള കാൻഡിഡേറ്റ് ഉണ്ട്, നോൺ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലുള്ള കാൻഡിഡേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലുള്ള കാൻഡിഡേറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ PNP പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കും നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം. അപ്പം കുറച്ചുകൂടെ ഫാസ്റ്റർ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നുന്നത്, നമ്മൾ എക്സ്പ്രസ് എൻട്രി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ, കാരണം അവർക്കപ്പോൾ ഫാസ്റ്ററാണ് പ്രോസസ്സിങ്. അപ്പം അതുകൊണ്ട് എക്സ്പ്രസ് എൻട്രി ക്രിയേറ്റ് ചെയ്യുമ്പോൾ വിഷ്ണുവിന്റെ കാറ്റഗറി വരുന്ന കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ആണ്. അപ്പൊ ഇത് രണ്ടും 2 കാര്യമാണ്. BCPNP സെപ്പറേറ്റ് ഒരു പ്രോസസ്സിംഗ് ആണ്, എക്സ്പ്രസ് എൻട്രി സെപ്പറേറ്റ് ഒരു പ്രോസസ്സിംഗ് ആണ്. അപ്പൊ എക്സ്പ്രസ് എൻട്രിക്കകത്ത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ആയതുകൊണ്ട് അവിടുത്തെ IELTSന്റെ ഒരു റിക്വയർമെന്റ് ഉണ്ട്. CLB 6, CLB 7 അങ്ങനെ എക്സ്പ്രസ് എൻട്രിക്ക് ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ആ ഒരു ജോബ് കാറ്റഗറി, ആ ഒരു ക്ലാസ്സിന് മിനിമം വേണമെന്ന ഒരു IELTS സ്കോർ ഉണ്ടല്ലോ, അത് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ IELTSന് പ്രിപ്പയർ ചെയ്തത്. PNP നമ്മുടെ സ്കോർ എന്താണെങ്കിലും ആ ഒരു CLB ലെവലിൽ കിട്ടുന്ന സ്കോർ അവർ തരും. PNPയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതുപോലെ അല്ലേ, നമുക്ക് ഓൾറെഡി എക്സ്പ്രസ് എൻട്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് PNPയിൽ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിയുമ്പോൾ ആ 600 പോയിന്റ്സ് അല്ലേ, 600 പോയിന്റ്സ് അല്ലേ, അത് നമ്മുടെ എക്സ്പ്രസ് എൻട്രിയിൽ ആഡ് ആവും. അപ്പം ഈസി ആയിട്ട് നമുക്ക്. പക്ഷെ ഇപ്പം ജനറൽ ഡ്രോസ് വളരെ കുറവാണെന്ന് തോന്നുന്നു വിളിക്കുന്നത്. ഇപ്പൊ CEC ആ കൂടുതൽ വിളിക്കുന്നത് അല്ലേ? എക്സ്പ്രസ് എൻട്രിയിൽ. ബട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു 600 നമുക്ക് പോയിന്റ്സ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾക്ക് എന്തുവാ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടും. അപ്പൊ വിഷ്ണു, ഈ ഇതിന്റെ ഒരു പേപ്പർ വർക്ക്സിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെ എങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്ക്, എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഒന്ന് പറയാമോ? ഏകദേശം 1 വർഷത്തിന് മുകളിലായി ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ബിജിയാണ് പേപ്പർ വർക്ക് എല്ലാം ചെയ്തത്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പറയാം. BCPNPക്ക് മെയിനായിട്ടുള്ള കാറ്റഗറീസ്, നമുക്ക് പോയിന്റ്സ് കിട്ടുന്ന കാറ്റഗറി എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, എത്ര ഇയേഴ്സ് വർക്ക് ഉണ്ട്, 2 ഇയർ 3 ഇയർ 4 5 ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് പോയിന്റ്സ് കിട്ടും. പിന്നുള്ളത് നമ്മുടെ IELTS CLB 6 7 അതനുസരിച്ച് നമുക്ക് പോയിന്റ്സ് കിട്ടും. തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി. നമ്മുടെ സാലറി, ഒരു ബേസ് സാലറി കഴിഞ്ഞിട്ടുള്ള ഓരോരോ ഡോളറിനും നമുക്ക് ഓരോരോ പോയിന്റ്സ് വെച്ച് എക്സ്ട്രാ കിട്ടും. പിന്നെ നമുക്ക് പോയിന്റ്സ് കൂട്ടാൻ പറ്റുന്ന വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ റീജിയൻ, നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്.
നമ്മുടെ റിമോട്ട് ലൊക്കേഷൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിന് അഡീഷണൽ പോയിന്റ്സ് കിട്ടും. വിഷ്ണുവിന് അവിടെ 25 പോയിന്റ്സ് എക്സ്ട്രാ കിട്ടി. അതിന് നോർത്തേൺ റീജിയനാണ് വർക്ക് ചെയ്യുന്നത്. റിമോട്ട് ലൊക്കേഷൻസിന് അവർ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കും. BCPNP തന്നെ പറയുന്നത് BCയുടെ എക്കണോമിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഉള്ള ജോബ്സ് ആ ലൊക്കേഷൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ BCPNP കൊടുക്കുന്നത്. ഒരു ലിസ്റ്റ് ഓഫ് ജോബ്സ് ഉണ്ട്, അത് ആ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സ്കിൽഡ് വർക്കർ കാറ്റഗറി ഉണ്ട്, പിന്നെ BC ടെക് ഉണ്ട്. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതാണ് നമ്മളുടെ പൊസിഷൻ, നമ്മൾക്ക് എന്താണോ പൊസിഷൻ എന്നുള്ളത് അത് ആ ലിസ്റ്റിനകത്ത് വന്നിരിക്കണം. അത് കൂടാതെ അതിനകത്ത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് നമ്മളൊരു ആ ജോബ് റെസ്പോൺസിബിലിറ്റി ഒരു ജനറലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 50 to 70% മാച്ചാണ് നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ആയിട്ട്. അത് വളരെ മെയിനായിട്ടൊരു കാര്യമാണ്. നമ്മൾ BCPNP സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യണം, വെരിഫൈ ചെയ്ത് നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെയാണ് ഇതിന്റെ ഒരു പേപ്പർ വർക്ക്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനുണ്ടോ? ലൈക്ക് പ്രൈമറിലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എംപ്ലോയർ സപ്പോർട്ട് ചെയ്യണം നമ്മളെ. കാരണം ആ ജോബ് കാറ്റഗറിയിലുള്ള ടൈറ്റിൽ തന്നെ യൂസ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഓഫർ ലെറ്റർ എന്നിട്ട് ആ ടൈറ്റിൽ വരണം. പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് എംപ്ലോയർ നമുക്ക് കുറച്ച് ഡോക്യുമെന്റേഷൻസ് എംപ്ലോയറിന്റെ സൈഡിൽ നിന്ന് തരേണ്ടതായിട്ടുണ്ട്. അവരുടെ ബിസിനസ് ലൈസൻസ്, പിന്നെ അവരുടെ ഈ GST രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ, പിന്നെ കുറച്ച് ഫോംസ് ഉണ്ട്, അത് എംപ്ലോയർ ഫില്ല് ചെയ്ത് നമുക്ക് സൈൻ ചെയ്ത് തരണ്ടേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എംപ്ലോയറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ പോലും ആ എംപ്ലോയറിന് അത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മളെ റിക്രൂട്ട് ചെയ്തത്, കാൻഡിഡേറ്റ്സിനെ എടുക്കാതെ നമ്മൾ എന്തുകൊണ്ട് എടുത്തു, ഇപ്പൊ നമ്മുടെ ആവശ്യം എന്തായിരുന്നു, അപ്പൊ അതൊക്കെ പ്രൂവ് ചെയ്യണം എംപ്ലോയറിന്. അപ്പം അതൊരു പ്രശ്നമുള്ളതാണ് മിക്ക കമ്പനീസും അധികം സപ്പോർട്ട് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ജോബ് പോസ്റ്റിംഗ് ചെയ്യണം. ഒരു 6 months മുമ്പേ ഈ ജോബ് ടൈറ്റിൽ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ BC ജോബ്സ് അല്ലെങ്കിൽ അങ്ങനെ പല ജോബ് വെബ്സൈറ്റ്സിൽ എംപ്ലോയർ പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എവിഡൻസ് കൊടുക്കണം BCPNP ടീമിന്. അതായത് ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽസിനെ ഹയർ ചെയ്യാൻ ട്രൈ ചെയ്തു, ഞങ്ങൾക്ക് എങ്ങൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഇന്റർനാഷണൽ കാൻഡിഡേറ്റിനെ ഹയർ ചെയ്തെന്നുള്ള പ്രൂഫ് കാണിക്കണം. ഏകദേശം LMIയുടെ ഒരു സ്റ്റൈലാണ്, ഓൾമോസ്റ്റ് സെയിം പ്രോസസ്സാണ്. അതുകൊണ്ട് ഇതൊരു കുറെ ടൈം എടുക്കുന്നൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കറക്റ്റ് ഒരു പ്ലാനിങ് വേണം. മെയിനായിട്ട് നമ്മൾ BCPNP വഴി അപ്ലൈ ചെയ്യാനാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നേരത്തെ നമ്മൾ വർക്ക് ചെയ്യണം. അതിന് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കിപ്പം സാലറി ആണെങ്കിൽ പോലും സർട്ടിഫിക്കേഷൻസ് ആണെങ്കിൽ പോലും അതെല്ലാം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ IELTS ആണെങ്കിലും എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടൈമിൽ എന്തെങ്കിലും ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ കുറേ ഇൻഫർമേഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം എനിക്ക് അടുത്ത് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇൻവിറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയും. ഇപ്പോൾ ആദ്യം നമുക്ക് BCPNPയിൽ ഇൻവിറ്റേഷൻ വരണം, അതിൽ കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ ആ 600 പോയിന്റ്സ് എക്സ്പ്രസ് സെന്ററിലേക്ക് കയറും. അങ്ങനെയാണല്ലോ നമ്മൾ ഫൈനൽ PR-ലേക്ക് എത്തുന്നത് അല്ലേ? അപ്പോൾ അതിന്റെ ഒരു പ്രോസസ്സിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇൻവിറ്റേഷൻ വന്നതിന് ശേഷം നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. നമ്മൾ എന്തൊക്കെയാണോ മെൻഷൻ ചെയ്തിരുന്നത് അതിന്റെ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റും കൊടുക്കണം. എവിടെ? BCPNP നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തത് എനിക്ക് 5 മാസത്തോളം എടുത്ത് അത് റിവ്യൂ ചെയ്തതിനു ശേഷം റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി. അന്നേരമാണ് നമുക്ക് ഈ 600 പോയിന്റ് കിട്ടുന്നത്. അതെ, നമുക്ക് 5 months എടുത്തു അപ്രൂവൽ കിട്ടാൻ. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് ആ പോയിന്റ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിലോട്ട് അവർ തന്നെ അയക്കുക. അവർ തന്നെ നമുക്കൊരു കോപ്പി തരും. അവർ എന്നിട്ട് ഡയറക്റ്റ് നമ്മൾ വിത്ത് എക്സ്പ്രസ് എൻട്രി BCPNP പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് BCPNP തന്നെ ഡയറക്റ്റ് അത് എക്സ്പ്രസ് എൻട്രിക്ക് ലിങ്ക്ഡ് ആയതുകൊണ്ട് അവർ അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അവർ ഡയറക്റ്റ് അയച്ചു കൊടുത്തു. ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡ്രോയിൽ തന്നെ ഞങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രിയിൽ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടി. പിന്നെ എക്സ്പ്രസ് എൻട്രിയിൽ നമ്മൾ സാധാരണ ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ സബ്മിറ്റ് ചെയ്തു. അതെ, അങ്ങനെ നിങ്ങൾക്ക് അപ്രൂവൽസ് എല്ലാം അതിൽ വന്നു. PCC അതെല്ലാം നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നോ അതോ? എക്സ്പ്രസ് എൻട്രിയിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ അന്നേരമാണ് ഞങ്ങളുടെ എന്താണ് ഏജന്റ് പറയുന്നത് ഇതുപോലെ PCC കാര്യങ്ങളൊക്കെ എടുക്കണം. 30 daysനകത്ത് തന്നെ ഞങ്ങൾക്ക് PCC കിട്ടി. നേരത്തെ എടുത്തു വെക്കാം.
ഇന്ത്യൻ BCC കിട്ടാൻ വേണ്ടി 1 month എടുത്തു. പക്ഷെ ഒമാന്റെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടി. ഞങ്ങള് പോയ കൺട്രീസിന്റെ എല്ലാം PCC ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഞങ്ങള് എല്ലാം എടുത്താണ് വന്നത്. UK ഉണ്ടായിരുന്നു, അപ്പോൾ ഓൾറെഡി അത് കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഒത്തിരി വീഡിയോ ഇനി ലോങ് ആക്കുന്നില്ല, ഒന്ന് ഷോർട്ടായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരോട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കീ പോയിന്റ്സ്, എന്താണ് അവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ബീങ് ഒരു BCPNPയിൽ PR നോക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അത് ജസ്റ്റ് ഒന്ന് പറയാമോ? BCPNP എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏത് പ്രൊവിൻസിൽ പോയാലും അവിടെ എല്ലാം PNP പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, സ്കിൽഡ് വർക്കർ കാറ്റഗറി അങ്ങനെ ഒരു കാറ്റഗറി ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടെക്നിക്കൽ ഫീൽഡ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് റിസർച്ച് ചെയ്യാം അതിനെപ്പറ്റി. ഇപ്പം നിങ്ങളുടെ സ്പൗസ് കൂടെ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇതെല്ലാം കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് PNP ത്രൂ നിങ്ങൾക്ക് PR ആകാം. നിങ്ങളുടെ സ്പൗസ് ചിലപ്പം ഗ്രാജുവേറ്റ് ആകണമെന്നില്ല, അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് PR ആകും. പക്ഷെ നമുക്ക് ഒരു പ്ലാനിങ് വേണം, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നടക്കും. നമ്മുടെ എക്സ്പീരിയൻസും ആ ഒരു PNPയിൽ എന്തൊക്കെ ജോബ് കാറ്റഗറി ഉണ്ടോ അതും കൂടെ മാച്ച് ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു കൺസൾട്ടന്റിനോട് സംസാരിച്ച് നിങ്ങൾക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പം ഒരു PNP പ്രോഗ്രാം ത്രൂ കാനഡയിലേക്ക് PR നോക്കുന്നവർക്ക് ഈ വീഡിയോ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ബിജിയും വിഷ്ണുവും കൺഗ്രാജുലേഷൻസ്, നിങ്ങൾക്ക് PR ആയി. അതും വളരെ പെട്ടെന്ന്, അത് സ്റ്റുഡൻ്റായിട്ട് വന്നു. എനിക്ക് തോന്നുന്നു ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് 3 years അടിച്ച് കിട്ടിയല്ലോ അല്ലേ? അത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ PR ആയി. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഓക്കെ, വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആവട്ടെ. അപ്പോൾ താങ്ക് യു ഗൈസ്. ഇനി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.